വെൽക്കം ടു അവർ ചാനൽ ടാർഗറ്റ് യുവർ എയിം. ലോക ജനസംഖ്യാ ദിനം 50 ചോദ്യോത്തരങ്ങൾ. അടിസ്ഥാന ചോദ്യങ്ങളിൽ ആദ്യത്തെ ചോദ്യം: ലോക ജനസംഖ്യാ ദിനം സെലിബ്രേറ്റഡ് ചെയ്യുന്നത് ഏത് തീയതിയിലാണ്? ഉത്തരം ജൂലൈ 11. രണ്ടാമത്തെ ചോദ്യം: ലോക ജനസംഖ്യാ ദിനം ആദ്യമായി ആചരിച്ചത് എപ്പോൾ? ഉത്തരം 1989. ക്വസ്റ്റ്യൻ 3: ലോക ജനസംഖ്യാ ദിനം ആചരിക്കാൻ തീരുമാനിച്ചത് ആരാണ്? ഉത്തരം ഐക്യരാഷ്ട്രസഭ, യുണൈറ്റഡ് നേഷൻ. ക്വസ്റ്റ്യൻ 4: ലോക ജനസംഖ്യാ ദിനത്തിൽ പ്രചോദനമായത് എന്താണ്? ഉത്തരം 1987 ലോക ജനസംഖ്യ 5 ബില്യൺ എത്തിയത്. ക്വസ്റ്റ്യൻ 5: ലോകത്തെ ആദ്യമായി ജനസംഖ്യ 5 ബില്യൺ കവിഞ്ഞത് ഏത് ദിവസം? ഉത്തരം ജൂലൈ 11, 1987. ആറാമത്തെ ചോദ്യം: ഇപ്പോൾ ലോക ജനസംഖ്യ ഏകദേശം എത്ര ബില്യനാണ് 2025? ഉത്തരം 8.1 ബില്യൺ. ഏഴാമത്തെ ചോദ്യം: 2023 ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം? ഉത്തരം ഇന്ത്യ. എട്ടാമത്തെ ചോദ്യം: ജനസംഖ്യയുടെ കുറവ് അനുഭവിക്കുന്ന രാജ്യം ഏതാണ്? ഉത്തരം വാറ്റിക്കൻ സിറ്റി. ഒൻപതാമത്തെ ചോദ്യം: ജനസംഖ്യയുടെ അതിവേഗ വളർച്ചയെ എന്ത് എന്നാണ് വിളിക്കുന്നത്? ഉത്തരം ജനസംഖ്യാ സ്ഫോടനം അഥവാ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ. പത്താമത്തെ ചോദ്യം: ജനസംഖ്യയെ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന പ്രധാന മാർഗം ഏത്? ഉത്തരം കുടുംബ പദ്ധതി അഥവാ ഫാമിലി പ്ലാനിംഗ്. 11ാമത്തെ ചോദ്യം ഇന്ത്യയെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളാണ്. ഇന്ത്യയുടെ ജനസംഖ്യ 2024 എത്രയായിരുന്നു? ഉത്തരം ഏകദേശം 1.43 ബില്യൺ, 1.43 ബില്യൺ. 12ാമത്തെ ചോദ്യം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തരം ഉത്തർപ്രദേശ്. 13ാമത്തെ ചോദ്യം ഇന്ത്യയിൽ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള സംസ്ഥാനം? ഉത്തരം സിക്കിം. 14ാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യ ജനസംഖ്യാ സെൻസസ് നടന്നത് ഏത് വർഷം? ഉത്തരം 1872. 15ാമത്തെ ചോദ്യം സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യ സെൻസസ് നടന്നത് ഏതു വർഷത്തിൽ? ഉത്തരം 1951. 16ാമത്തെ ചോദ്യം ഇന്ത്യയിലെ ജനസംഖ്യാ സെൻസസ് എത്ര വർഷത്തിലൊരിക്കൽ നടക്കുന്നു? ഉത്തരം 10 വർഷത്തിലൊരിക്കൽ. 17ാമത്തെ ചോദ്യം ഇന്ത്യയുടെ സെൻസസ് നടത്തുന്നത് ഏത് വകുപ്പാണ്? ഉത്തരം ഓഫീസ് ഓഫ് രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണർ. 18ാമത്തെ ചോദ്യം ഇന്ത്യയിൽ ഗർഭനിരോധന പ്രചാരണം ആരംഭിച്ചത് ഏത് വർഷം? ഉത്തരം 1952. ചോദ്യം 19: ഇന്ത്യയിൽ സ്ത്രീ പുരുഷ അനുപാതം ഏതാണ്ട് എത്രയാണ്? ഉത്തരം 1020:1000, 2021 NFHS അനുസരിച്ച്. 20ാമത്തെ ചോദ്യം ജനസംഖ്യയുടെ കാര്യത്തിൽ ഇന്ത്യ ലോകത്ത് ഏത് സ്ഥാനത്താണ്? ഉത്തരം 1ാം സ്ഥാനം. അടുത്തതായി ബോധവൽക്കരണ ചോദ്യങ്ങളാണ്. 21ാമത്തെ ചോദ്യം ജനസംഖ്യാ വളർച്ചയിൽ പ്രധാന കാരണം? ഉത്തരം വിദ്യാഭ്യാസക്കുറവ്, ശിശുമരണ നിരക്ക് കുറവ്. 22ാമത്തെ ചോദ്യം ജനസംഖ്യാ നിയന്ത്രണത്തിന് പ്രധാന സാങ്കേതിക വിദ്യ ഏതാണ്? ഉത്തരം ഗർഭനിരോധന മാർഗങ്ങൾ. 23ാമത്തെ ചോദ്യം സ്ത്രീ ശാക്തീകരണം ജനസംഖ്യാ നിയന്ത്രണത്തിൽ എങ്ങനെ സഹായിക്കുന്നു? ഉത്തരം അവർക്ക് വിദ്യാഭ്യാസവും തീരുമാനമെടുക്കാനുള്ള അവകാശമുള്ളത്. 24ാമത്തെ ചോദ്യം പെരിയ ജനസംഖ്യ നെഗറ്റീവ് ഫലങ്ങൾ? ഉത്തരം വിഭവങ്ങളുടെ കുറവ്, ബേബി ബൂം, ദാരിദ്ര്യം. 25ാമത്തെ ചോദ്യം ജനസംഖ്യാ നിയന്ത്രണത്തിൽ പ്രസിദ്ധമായ ചൈനീസ് നയം ഏതാണ്? ഉത്തരം വൺ ചൈൽഡ് പോളിസി, ഒരു കുട്ടി എന്നുള്ള നയം. 26ാമത്തെ ചോദ്യം ജനസംഖ്യാ വർധനവിൻ്റെ പാരിസ്ഥിതി
ദുഷ്പ്രഭാവം എന്താണ്? ഉത്തരം വനനാശം, മലിനീകരണം, ജലക്ഷാമം. 27ാമത്തെ ചോദ്യം, ജനസംഖ്യാ വർധനവ് നഗരവൽക്കരണത്തിൽ എങ്ങനെ ബാധിക്കുന്നു? ഉത്തരം കവിയുന്ന നഗരങ്ങൾ, കുടിവെള്ള പ്രശ്നങ്ങൾ. 28ാമത്തെ ചോദ്യം, കുടുംബ പദ്ധതിക്ക് ബോധവൽക്കരണം നൽകുന്നത് ഏത് സർക്കാർ ഏജൻസിയാണ്? ഉത്തരം ദേശീയ ആരോഗ്യ ദൗത്യങ്ങൾ അഥവാ നാഷണൽ ഹെൽത്ത് മിഷൻ. 29ാമത്തെ ചോദ്യം, ജനസംഖ്യ കുറയ്ക്കാനായി നടത്തുന്ന നിയമപരമായ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം വിവാഹപ്രായ നിയന്ത്രണം, ജനസംഖ്യാ നിയന്ത്രണ ബില്ലുകൾ. ചോദ്യം 30, സാമ്പത്തിക വളർച്ചയെ ജനസംഖ്യ എങ്ങനെ ബാധിക്കുന്നു? ഉത്തരം കൂടുതൽ ജനങ്ങൾ, കൂടുതൽ ഉപഭോഗം, കുറവ് വിഭവങ്ങൾ. അടുത്തതായി ആഗോളതലത്തിലുള്ള ചോദ്യങ്ങളാണ്. 31ാമത്തെ ചോദ്യം, ലോകത്ത് ജനസംഖ്യയുടെ വളർച്ച കൂടുതലുള്ള ഭൂഖണ്ഡം ഏതാണ്? ഉത്തരം ആഫ്രിക്ക. 32ാമത്തെ ചോദ്യം, ജനസംഖ്യ കുറയുന്ന പ്രധാന യൂറോപ്യൻ രാജ്യം ഏതാണ്? ഉത്തരം ഇറ്റലി. 33ാമത്തെ ചോദ്യം, ജനസംഖ്യാ കുറവിൻ്റെ കാരണങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം വിവാഹം വൈകുക, കുട്ടികളില്ലായ്മ, ജോലിയുമായി സഞ്ചാരം. 34, ലോകത്തിലെ ഏറ്റവും ജനസാന്ദ്രത കൂടിയ രാജ്യം? ഉത്തരം മൊണോക്കോ. 35ാമത്തെ ചോദ്യം, ജനസാന്ദ്രതയുടെ അർത്ഥം എന്താണ്? ഉത്തരം ഒരു ചതുരശ്ര കിലോമീറ്ററിൽ എത്ര പേർ എന്നതാണ്. 36ാമത്തെ ചോദ്യം, ലോകത്ത് ജനസംഖ്യയുടെ ശരാശരി വർധന നിരക്ക് എത്രയാണ്? ഉത്തരം ഏകദേശം 1% ആണ് 2023 അവലോകനം അനുസരിച്ച്. 37ാമത്തെ ചോദ്യം, യുക്രൈന് റഷ്യ യുദ്ധം ജനസംഖ്യയെ എങ്ങനെ ബാധിച്ചു? ഉത്തരം അഭയം തേടൽ, ജനസംഖ്യ കുറവ്. 38ാമത്തെ ചോദ്യം, ജനസംഖ്യാ വർധനവിൽ ഇന്ത്യയേക്കാൾ മുമ്പ് ഒന്നാമതുണ്ടായ രാജ്യം ഏതാണ്? ഉത്തരം ചൈന. 39ാമത്തെ ചോദ്യം, UN പോപ്പുലേഷൻ ഫണ്ട് UNFPA നിലവിൽ വന്നത് എപ്പോൾ? ഉത്തരം 1969. 40ാമത്തെ ചോദ്യം, UNFPAയുടെ പ്രധാന ഉദ്ദേശം എന്താണ്? ഉത്തരം ജനസംഖ്യയും വികസനവും തമ്മിലുള്ള സന്തുലനം. അടുത്തതായി ലളിതമായിട്ടുള്ള ചോദ്യങ്ങളാണ് കിഡ്സ് ലെവൽ. ചോദ്യം 41, നമ്മുടെ നാട്ടിൽ കൂടുതൽ ജനങ്ങൾ ഉണ്ടായാൽ എന്ത് പറ്റും? ഉത്തരം ജനം ഇടുങ്ങും, വിഭവങ്ങൾ കുറയും. ചോദ്യം 42, കുടുംബത്തിൽ കുറച്ചു കുട്ടികളുണ്ടെങ്കിൽ എന്ത് നല്ലത്? ഉത്തരം നന്നായി വളർത്താൻ കഴിയും. ചോദ്യം 43, ജനസംഖ്യ നിയന്ത്രിക്കാൻ പഠനം എങ്ങനെ സഹായിക്കുന്നു? ഉത്തരം പഠനം അഥവാ വിദ്യാഭ്യാസം വ്യക്തികളെ അവരുടെ ആരോഗ്യം, കുടുംബനിർമ്മിതി, ഗർഭനിരോധന മാർഗങ്ങൾ എന്നിവയെക്കുറിച്ച് ബോധവാന്മാരാകാൻ സഹായിക്കുന്നു. അതിലൂടെ അവർക്ക് ഉത്തരവാദിത്വമുള്ള തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്നു. അതിനാൽ ജനസംഖ്യാ വളർച്ച നിയന്ത്രിക്കപ്പെടുന്നു. നമ്മുടെ നാട്ടിൽ എന്താണ് ഏറ്റവും വലിയ സമ്പത്ത്? ഉത്തരം മനുഷ്യശക്തി. 45ാമത്തെ ചോദ്യം, പ്ലാന്റ് പോപ്പുലേഷൻ ആൻഡ് ഹ്യൂമൻ പോപ്പുലേഷൻ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഉത്തരം പ്ലാന്റുകൾ പ്രകൃതിയിലുള്ളതാണ്, മനുഷ്യർ സമൂഹത്തിൽ ജീവിക്കുന്നു. ചോദ്യം 46, നമ്മുടെ നാട്ടിലെ കൃഷിയെ ജനസംഖ്യ എങ്ങനെ ബാധിക്കുന്നു? ഉത്തരം കൂടുതൽ ജനസംഖ്യ കൂടുതൽ ഭക്ഷ്യ ആവശ്യങ്ങൾ ഉണ്ടാക്കുന്നു. അതിനാൽ കൃഷിക്ക് കൂടുതൽ സമ്മർദ്ദമുണ്ടാകുന്നു. 47ാമത്തെ ചോദ്യം, നമ്മുടെ നാട്ടിലെ വൈദ്യുതി ആവശ്യത്തിന് ജനസംഖ്യ എങ്ങനെ ബാധിക്കുന്നു? ഉത്തരം അധികം ഉപയോഗം, കുറവ് വിതരണം. 48ാമത്തെ ചോദ്യം, പ്ലാസ്റ്റിക് ഉപയോഗം വർദ്ധിക്കാൻ കാരണമാകുന്ന ഒന്ന് എന്താണ്? കൂടുതൽ ജനങ്ങൾ, അതുപോലെ തന്നെ കൂടുതൽ ഉപഭോഗം. 49ാമത്തെ ചോദ്യം, ജനസംഖ്യ കുറയ്ക്കാനായി യുവാക്കൾ ചെയ്യേണ്ടത് എന്താണ്? ഉത്തരം പഠനം, അവബോധം, ഉത്തരവാദിത്തം. 50ാമത്തെ ചോദ്യം, ലോക ജനസംഖ്യാ ദിനം നമുക്ക് എന്തിനു വേണ്ടിയാണ് ആചരിക്കുന്നത്?
ഉത്തരം ജനസംഖ്യയെക്കുറിച്ച് ബോധവൽക്കരിക്കും. 50 ചോദ്യോത്തരങ്ങളാണ് ഇവിടെ വിശദീകരിച്ചു തന്നിരിക്കുന്നത്. ഇത് നിങ്ങളെ തീർച്ചയായും ഹെൽപ്പ് ചെയ്യുന്നതാണ്.